ഹലോ ഗൈസ്, വിജയുടെ കരിയറിലെ അവസാന സിനിമ ബാലയുടെ പടത്തിന്റെ റീമേക്ക് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഈ കണ്ണാടി കണ്ട ആരും പേടിക്കരുത്, കണ്ണിൽ കുരു വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് മാസ് കാണിക്കാനല്ല. 13 കോടി രൂപ കൊടുത്തിട്ട് ജനനായകൻ ടീം ബാലയുടെ റൈറ്റ്സ് വാങ്ങിച്ചു. ആൻഡ് ഇത് കാരണം ഫാൻസ് എല്ലാവരും കൂടി ഊക്കലോടെ ഊക്കല്. പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും, മൂക്കേണ്ട കാര്യമില്ല ഗൈസ്. ബാലയെ തന്നെ ഒരു കാലത്ത് വലിയൊരു ട്രോൾ പീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയിട്ടുള്ളത് ബാലയ്ക്കാണ് ഗൈസ്. ഈ സ്റ്റാർസിൽ ഏറ്റവും നന്നായിട്ട് ലോക്ക്ഡൌൺ കംബാക്ക് നടത്തിയത് നമ്മുടെ ബാലയാണ് ഗൈസ്. ഇപ്പൊ നമ്മുടെ രജനീകാന്തിന്റെ ജയിലർ എങ്ങനെയാണ്, അതുപോലെയാണ് ഭഗവത് കേസരി ബാലയ്ക്ക്. ബാലയുടെ പണ്ടത്തെ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ നല്ല സിനിമയാണ് ഗൈസ്. ഈ സിനിമ കഴിഞ്ഞിട്ട് ടാക്കു മഹാരാജാണ് ബാലയെ ചെയ്തത്. അത് എത്ര വലിയ ഹിറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റീലോഡ് അണ്ണനെ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഫാൻസ് പോയിട്ട് റീലോഡ് അണ്ണന്റെ കമന്റ് ബോക്സ് പോയി ഊക്കുന്നു. ആ സിനിമയ്ക്ക് ഇത്രയ്ക്ക് ഫാൻ ബേസ് കേരളത്തിലുള്ളൂ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഭഗവത് കേസരി വിജയ് അണ്ണന് പറ്റിയൊരു സിനിമയാണ്. ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ മാസ് മസാല സിനിമ. ഇപ്പോഴത്തെ പുള്ളിയുടെ സ്റ്റൈലിഷ് പടം കണ്ടിട്ട് പുള്ളി എങ്ങനത്തെ സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാത്തവർക്ക് നമ്മൾ ഒരു കാര്യം മറക്കരുത്. അതായത് വിജയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാവാൻ കാരണം തന്നെ തിരുപ്പാച്ചി, മെർസൽ, കുരുവി അതുപോലെയുള്ള മാസ് മസാല സിനിമകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി റീസെന്റ് വിജയുടെ സിനിമകളൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. കുറച്ച് ടെംപ്ലേറ്റ് പടങ്ങളിൽ നിന്ന് മാറി കുറച്ചൊക്കെ വെറൈറ്റി ആയി നിൽക്കുന്നു. പക്ഷെ വിജയുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടുള്ള സിനിമകളില്ല. അതായത് ഇതുപോലത്തെ സിനിമ ഇറക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വിജയ് ഫാൻസ് അതിനെ ഹിറ്റാക്കും. അതുപോലെ ഒരു സിനിമയാണ് ഇത്. നമ്മുടെ വിജയ് അണ്ണൻ ഒരു എക്സ്പെരിമെന്റ് പോലെ ആയിരിക്കില്ല ഈ സിനിമ. ആൻഡ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരുവിധം തെറി പോലെ തന്നെയാണ്. ഇതിന് വണ്ണളെ ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമയിലെ കഥ എന്താണെന്ന് വെച്ചാൽ, ബാല ഒരു ജയിൽ പുള്ളിയാണ്. പക്ഷെ പുള്ളി ഒരു നല്ലവനാണ്. പുള്ളിയുടെ ബിഹേവിയർ കണ്ടിട്ട് ജയിലിന്റെ ഉള്ളിൽ പോലീസ് ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ് ബാലയ്ക്ക്. പുള്ളിക്കാരിക്ക് ഒരു മോളുണ്ട്, അവളുമായിട്ട് പുള്ളിക്കാരൻ ക്ലോസ് ആവും. അങ്ങനെ ഇരിക്കും നമ്മുടെ ശരത് കുമാർ വടിയാവും ഗൈസ്. അങ്ങനെ നമ്മുടെ ബാലയെ ഈ കൊച്ചിനെ എടുത്ത് വളർത്തും ഗൈസ്. അതാണ് നമ്മുടെ ശ്രീലീല. ശ്രീലീലയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ശ്രീലീലയ്ക്ക് പേടിയാണ് ഗൈസ്. പാനിക് അറ്റാക്ക് വരും. പുള്ളിക്കാരിക്ക് പേടിയെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ആർമിയിൽ കൊണ്ടാക്കാൻ നോക്കും. വാട്ട് ദ ഫക്ക്. പക്ഷെ ശ്രീലീലയ്ക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എക്സാമുകളൊക്കെ വെറുതെ എഴുതി മനഃപൂർവ്വം പൊട്ടിക്കൊണ്ടിരിക്കും ഗൈസ്. ഒരു ദിവസം വില്ലൻ ശ്രീലീലിനെ കൊല്ലാൻ ആളെ അയക്കും ഗൈസ്. ആ ടൈമിൽ നമ്മുടെ ബാലയെണ്ണം വന്നിട്ട് പണ്ടാര ആക്ഷൻ നടത്തിയിട്ട് എല്ലാത്തിനും നശിപ്പിക്കും ഗൈസ്. അങ്ങനെയാണ് ഇയാൾ വേറെ എന്തോ സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഗൈസ്. ഫ്ലാഷ് ബാക്ക് കാണിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പുള്ളി ഒരു പോലീസ് ആയിരുന്നു. അയാൾ 10-300 പേരെ കൊന്നുകൊണ്ട് ജയിലിൽ പോയ ഒരു പോലീസുകാരനാണ് ഗൈസ്. ഇടയ്ക്ക് എന്തായാലും നമ്മുടെ ബാലയുടെ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ന്യൂട്ടന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള ഗ്രാവിറ്റിക്ക് പുല്ല് വില പോലും കൊടുക്കാത്ത ഫൈറ്റ്സ് ഉണ്ടാവും ഗൈസ്. പക്ഷെ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യമായിട്ടായിരിക്കും ക്ലൈമാക്സിൽ ബാലേനെ മാറ്റി നിർത്തിയിട്ട് വേറൊരു സൈഡ് ക്യാരക്ടർ വന്ന് ഫൈറ്റ് ചെയ്യുന്നത്. ശ്രീലീലയാണ് ഗൈസ് ഫൈറ്റ് ചെയ്യുന്നത്. അവസാനം ക്ലൈമാക്സ് ഫൈറ്റിൽ ശ്രീലീലയ്ക്ക് പേടിയൊക്കെ പോയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് അങ്ങനെ വില്ലനെ തോൽപ്പിക്കുകയാണ് ഗൈസ്. ഈ റൊമാൻറ്റിക് സീൻസ്, ഈ ഡുവറ്റ് പാട്ട് അതൊന്നും ഇല്ലാതെ എടുത്ത ഒരു സിനിമയാണ് ഭഗവത് കേസരി. ഇതിനൊരു ഐ ക്യാൻഡി പോലെ കാജർ അഗർവാൾ ഉണ്ടെങ്കിലും പക്ഷെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. കണ്ണടച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ കൊണ്ടാണ് ബാലയുടെ മറ്റേ ബോംബുകൾ പോലെ ആവാത്ത ഈ സിനിമ കുറച്ചു കാലം ഓടിയത്. ഇതൊക്കെ കൊണ്ടായിരിക്കും ഗൈസ് വിജയ് അണ്ണൻ ഈ സിനിമ 5 വട്ടം കുത്തിയിരുന്ന് കണ്ടത്, എന്നിട്ട് ഇത് റീമേക്ക് ചെയ്യാമെന്ന് ചിന്തിച്ചത്. പിന്നെ നമ്മുടെ വിജയ് ഫാൻസിന് അധികം അറിയാത്തൊരു രഹസ്യമുണ്ട് ഗൈസ്. നമ്മുടെ വിജയ് അണ്ണൻ ഒരു അണ്ടർ റേറ്റഡ് തെലുങ്ക് സിനിമ ഫാൻ ബോയ് ആണ്. വിജയുടെ പണ്ടത്തെ സിനിമകൾ ഒട്ടുമിക്കതും തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. ഇത് കുറെ പേർക്ക് അറിയില്ല. പോക്കിരി, ഗില്ലി ഇതുപോലുള്ള വിജയുടെ ഓൾ ടൈം ക്ലാസിക് സിനിമകൾ പോലും തെലുങ്ക് സിനിമകളുടെ റീമേക്കാണ്. പക്ഷെ ബാലയുടെ സിനിമയൊക്കെ റീമേക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ട് ഗൈസ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ ആരാന്ന് ചിന്തിച്ചപ്പോഴാണ് എച്ച് വിനോദ്. പുള്ളി ഓൾറെഡി ഫോമൗട്ടായി നിൽക്കുന്നതാണ്. പക്ഷേ പുള്ളിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്ക് നന്നായിട്ട് പൊളിറ്റിക്കൽ നോളേജ് ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കും വിജയ് അണ്ണൻ ഈ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് പുള്ളിയെ തന്നെ ചൂസ് ചെയ്തത്. പുള്ളിക്ക് ഈ സിനിമയിലൂടെ ബേസിക്കലി പുള്ളിയുടെ പാർട്ടി പുഷ് ചെയ്യണ പോലെ ഒരു പൊളിറ്റിക്സ് പറയണം. ആ ഒരു സംഭവത്തിനുള്ള എല്ലാം നമ്മുടെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട്. ജനനായകന്റെ മറ്റേ ടീസറും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിജയുടെ കയ്യിൽ TV ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഭഗവത് കേസരി അതേപടി ആയിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് വേണ്ട രീതി നമ്മുടെ എച്ച് വിനോദ് അണ്ണൻ മസാലയൊക്കെ ഇട്ട് വേണ്ട രീതിയിൽ ഫ്ലാഷ് ബാക്ക് ഒക്കെ മാറ്റി, ആ ഒരു പോലീസ് സ്റ്റോറി കുറച്ചും കൂടി മാറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ വിജയന്റെ TV റെഫറൻസ് കൂടി ഇട്ടാൽ നമ്മുടെ ജനനായകന്റെ റെസിപ്പി റെഡിയായി. ആൻഡ് നമ്മുടെ വിജയ് അണ്ണന് ഇത് തന്നെയാണ് വേണ്ടത്. പുള്ളിക്ക് അറിയാം എങ്ങനത്തെ പടം എപ്പോഴാണ് ചെയ്യേണ്ടത്, അതും പുള്ളിയുടെ ഓഡിയൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആൻഡ് ഈ സിനിമ കൊണ്ട് എന്തൊക്കെയാണ് ടാർഗറ്റ് ചെയ്യണമെന്ന് പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട്. വിജയനെ പോലെയുള്ള വലിയ സ്റ്റാർസ് കരിയർ അവസാനിപ്പിക്കുമ്പോൾ ഈ കരിയർ അവസാനിപ്പിച്ചിട്ട് പുതിയൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണല്ലോ. അപ്പൊ ആ കരിയർക്കുള്ള ഒരു ചുവടുവെപ്പ് പോലെയാണ് ഈ സിനിമ. ബേസിക്കലി വിജയുടെ അഭിനയ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിനിമയല്ല. ആൻഡ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഏറ്റവും പീക്കായി നിൽക്കണമെന്ന് വിജയ്ക്ക് ഉണ്ടാവില്ല. കാരണം പുള്ളി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് പുള്ളിയുടെ മറ്റേ പാർട്ടിയെ TV പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു സിനിമയുടെ ആ ഒരു പവർ തമിഴ്നാട്ടിൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. MGR അതുപോലുള്ള ആളുകളൊക്കെ സിനിമയിലൂടെ തന്നെയാണ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അതിന്റെ അവർക്ക് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. തമിഴ്നാട്ടിലുള്ള ആളുകൾ തന്നെ പൊളിറ്റിക്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഈ സിനിമ എടുക്കേണ്ട പോലെ എടുത്തതെന്ന് പറഞ്ഞാൽ വർക്കട്ടോ. സ്റ്റോറി എന്തായാലും നമുക്ക് അത്ര രസമുള്ളതായിരിക്കില്ല. പക്ഷെ ഇത് എടുക്കുമ്പോൾ കുറച്ച് വെറൈറ്റി, വിജയുടെ ആ ഒരു റെഫറൻസ് അതൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിജയ് ഫാൻസ് എന്തായാലും തൂക്കി അടിക്കും. കാരണം വിജയുടെ അവസാന സിനിമയാണ്. എന്തായാലും ആ ഒരു ഹൈപ്പ് എന്തായാലും ഉണ്ടാവും. ഈ ഒരു സിനിമ റിലീസാണോ ആ ഒരു മന്ത് തമിഴ്നാട്ടിൽ അധിക സിനിമകളൊന്നും റിലീസ് ആവുന്നില്ല. സോ ഇത് എത്ര കൂടെ സിനിമയാണെങ്കിൽ തമിഴ്നാട്ടിലെ അണ്ണന്മാർ ഈ സിനിമ ഹിറ്റാക്കും. പിന്നെ തമിഴ്നാട്ടിലെ കുറച്ച് പൊളിറ്റിക്സും കൂടി തൂവി ഇട്ടു എന്ന് പറഞ്ഞാൽ
പാർട്ടിക്കുള്ള പുഷ്വായി 200 കോടി ക്ലബിലും കയറി. സോ ഇതൊക്കെ തന്നെയാണ് വിജയുടെ. പിന്നെ നമ്മുടെ ബാലയുടെ ആന്റി ഗ്രാവിറ്റി പവറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു പവർ ഈ സിനിമയിൽ ഇംപ്ലിമെന്റ് ആവുമെന്ന്, അത് ബാലയ്ക്ക് മാത്രമുള്ളൊരു പവറാണല്ലോ. അതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ആക്കിയിട്ട് 10K ഗൈസ് പ്ലീസ് ലൈക്ക് അടിക്കുക. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 50K ആണ് ഗൈസ്. പ്ലീസ് പരിഗണിക്കുക. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ ഒരു തെലുങ്ക് സിനിമ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റോസ്റ്റ് വീഡിയോ കണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അടുത്ത കണ്ടന്റ് വേണം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഗൈസ്. അടുത്തൊരു കിടക്കം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ സീ യു ഗൈസ്. ടാറ്റാ ബൈ ബൈ. ലവ് യു.